നമസ്കാരം. രാജ്യം സംഘർഷ സാഹചര്യം നേരിടുമ്പോൾ സൈന്യത്തിനും രാജ്യ താൽപര്യത്തിനുമൊപ്പം നിന്നതിന്റെ പേരിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറുന്നത് എന്നാണ് പുറത്തുള്ളവർ പറയുന്നത്. എന്നാൽ അങ്ങനെ നിന്നതുകൊണ്ടല്ല, മറിച്ച് പാർട്ടി പറയരുതെന്നും പാർട്ടി പ്രതികരിക്കരുതെന്നും പാർട്ടി ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി അത് മാത്രം ചെയ്യുന്ന ഒരു പാരമ്പര്യമായി മാറുകയാണ് തരൂരിന് ഇപ്പോൾ ഉള്ളത് എന്നതാണ് പ്രധാന പ്രശ്നം. വ്യക്തിപരമെന്ന അടിവരയിട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയ നിലപാടുകളെയാണ് പാർട്ടി ചോദ്യം ചെയ്യുന്നതെന്ന് പറയുന്നു. പാർട്ടിക്ക് ഈ കാര്യത്തിൽ ചില നിലപാട് വ്യക്തമായി തന്നെയുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സൈന്യത്തെ അഭിനന്ദിക്കുകയും കേന്ദ്രത്തിനെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതേ നിലപാട് തന്നെ ആയിരിക്കണം ബാക്കിയുള്ള കോൺഗ്രസ്സുകാരും എടുക്കേണ്ടത്. പാർട്ടിക്ക് ഒരു നയം തന്നെയാണുള്ളത്, പാർട്ടിക്ക് ഒരു നിലപാട് തന്നെയാണുള്ളത്. എന്നാൽ എന്ത് പാർട്ടി ചെയ്യരുത് എന്ന് പറയുന്നു, പാർട്ടിക്ക് അനീതമായി അല്ലെങ്കിൽ പാർട്ടിക്കെതിരായി തന്നെയാണ് ഇപ്പോൾ തരൂർ പ്രവർത്തിക്കുന്നതെന്ന് പറയണം. ഇതോടെ പാർട്ടി നയത്തിൽ നിന്നും കോൺഗ്രസ് വ്യതിചലിക്കുന്നു എന്നതാണ് തരൂരിന് മേൽ ചുമത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റം. ഇത് കുറ്റം തന്നെയാണ് എന്ന് ഇതിന്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ താൻ ശരിയാണെന്ന് തോന്നുന്ന നിലപാട് വ്യക്തമാക്കി എന്നാണ് തരൂർ ഉറച്ചു വിശ്വസിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും തരൂർ അത് ഉറച്ചു വിശ്വസിക്കുന്നു എന്നല്ലാതെ അതൊന്നും മാറ്റാൻ തയ്യാറാവാതെയാണ് ശരിക്കും നിൽക്കുന്നത്. രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ല ഇപ്പോഴെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ താക്കീതിലും തരൂർ ഇപ്പോൾ കുലുങ്ങുന്നില്ല എന്ന് പറയാം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയുമായി നല്ല രസത്തിലല്ല ശരിക്കും പറഞ്ഞാൽ തരൂരുള്ളത്. പാർട്ടിയിൽ അവസരങ്ങൾ നൽകാതെ ചവിട്ടിത്താഴ്ത്താനാണ് ശ്രമം നടക്കുന്നതെന്ന വികാരവും തരൂരിനുണ്ട് എന്നാണ് പൊതുവെ ഉള്ള ഒരു സംസാരം. എന്നാൽ ഇതൊന്നും ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്നില്ല. തരൂർ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ട് തന്നെയാണ്. അങ്ങനെ തരൂരിനെ വിട്ടവർ കളിക്കുകയുമില്ല. പക്ഷെ തരൂർ വിചാരിക്കുന്നത് പാർട്ടിയിൽ നിന്നും അയാളെ താഴ്ത്താനുള്ള ശ്രമമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നു. കോൺഗ്രസ് പാർട്ടിക്കും എളുപ്പത്തിൽ തന്നെ തരൂരിനെ തള്ളാൻ കഴിയില്ല. കാരണം രാജ്യ താല്പര്യം മുന്നിൽ നിർത്തിയാണ് തരൂർ സംസാരിക്കുന്നത്. തരൂരിനെ ഈ നിലപാട് അനുകൂലിക്കുന്ന നിരവധി പേർ പാർട്ടിയിൽ ഉണ്ടെന്ന് താരം. അതുകൊണ്ട് തന്നെ തരൂരിനെതിരായ കോൺഗ്രസ് നടപടി താക്കീതിൽ ഒതുങ്ങും എന്നാണ് പറയുന്നത്. AICC താക്കീതിന് പിന്നാലെയും പറഞ്ഞതിലെ കുറയ്ക്ക് തന്നെയാണ് ശശി തരൂരും ശരിയെന്ന് തോന്നിയ കാര്യങ്ങളാണ് വ്യക്തമാക്കിയതെന്നാണ് തരൂരിന്റെ പക്ഷം. അതേസമയം പാർട്ടി താക്കീത് മറികടന്ന് പരസ്യ പ്രതികരണവുമായി ശശി തരൂർ മുന്നോട്ട് പോയി എന്നതാൽ തുടർ നടപടികളിൽ കടക്കാനാണ് ഹൈക്കമാൻഡിന്റെ ആലോചന. ശശി തരൂരിന്റെ പ്രസ്താവനകൾ നിരവധി തവണ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നും അത് കണ്ടില്ല എന്ന് നടിച്ചു മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും, എന്നാൽ പ്രവർത്തക സമിതി അംഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ നടപടി ഗൗരവതരമാണെന്നും നേതാക്കളിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രതികരണം നടത്തിയതായിട്ടാണ് ശശി തരൂർ തന്നെ ഇന്നലെ താക്കീത് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞത്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ അറിയിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയം ഇതല്ലെന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തരൂർ പരിധി ലംഘിക്കുകയാണെന്ന കടുത്ത വിമർശനമാണ് മുതിർന്ന നേതാക്കൾ യോഗത്തിൽ ഉയർത്തിയത്. ഇതോടെയാണ് AICC താക്കീത് ചെയ്തത്. പഹൽഗാം സംഭവത്തിൽ പിന്നാലെ നടന്ന 3 പ്രവർത്തക സമിതി യോഗങ്ങളിലൂടെയും പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. അത് തള്ളിയിട്ടാണ് തരൂർ കേന്ദ്രത്തിന് അനുകൂലമായുള്ള നിലപാട് പറയുന്നത്. സൈന്യത്തിന് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ നിൽക്കുന്നതിൽ പാർട്ടിക്ക് ഒരു എതിർപ്പുമില്ല. പാർട്ടിയും അങ്ങനെ തന്നെയാണ്, സൈന്യത്തിനും രാജ്യത്തിനും വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം. എന്നാൽ കേന്ദ്രത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയൊന്നും പാർട്ടിക്കില്ല എന്ന് പറയണം. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടി ലൈൻ അനുസരിക്കണമെന്ന കർശന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയത്. അതേസമയം ശശി തരൂരിനെതിരെ തുടർ നടപടികളിൽ ഇപ്പോൾ തന്നെ ആലോചനയില്ല. പാർട്ടി ലൈൻ മാറുന്നതിനെ അതൃപ്തി താക്കീതിൽ ഒതുക്കുമെന്നും തരൂരിന്റെ തുടർ നിലപാട് പ്രതികരണങ്ങളും നിരീക്ഷിക്കുമെന്നും പറയുന്നുണ്ട്. ഇന്നലത്തെ യോഗത്തിൽ നൽകിയ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന ശക്തമായ സന്ദേശം പഹൽഗാമിൽ ഇന്റലിജൻസ് വീഴ്ചയുണ്ടെന്നും കോൺഗ്രസ് വിമർശനത്തിനും ഏത് രാജ്യത്തിനും രഹസ്യ അന്വേഷണ വീഴ്ച ഉണ്ടാകുമെന്നും തരൂർ നിലപാടെടുത്തിട്ടുണ്ട്. 1971 യുദ്ധവിജയം ചൂണ്ടിക്കാട്ടിയ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇപ്പോഴെങ്കിലെന്ന കോൺഗ്രസ് പ്രചാരണത്തെ സാഹചര്യം മാറിയെന്ന് ഒറ്റ വാക്കുകൊണ്ട് വെട്ടിലാക്കിയിരിക്കുകയാണ് തരൂർ ശരിക്കും ചെയ്തത്.